സമരത്തിൽ നിന്ന് പിന്മാറാൻ പല വഴിക്ക് ഭീഷണികളും സമ്മർദ്ദങ്ങളും ഉണ്ടാക്കുമ്പോഴും സമരം 17ാം ദിവസത്തിലേക്ക് എത്തിച്ച സംസ്ഥാനത്തെ ആശാവർക്കർമാർ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സമരം വ്യാപിപ്പിക്കും. അധിക്ഷേപങ്ങളും അവകാശവാദങ്ങളും ഭീഷണികളും ഒക്കെ തന്നെ ഒരു ഭാഗത്തു നിന്ന് ഉയരുമ്പോഴും തലസ്ഥാനത്ത് ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം അത് കൊടുമ്പിരി കൊള്ളുകയാണ്. തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ തന്നെ രേഖാമൂലം സർക്കാർ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ അറിയിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു നിലപാട് പ്രഖ്യാപനം ആശാവർക്കർമാർ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഭീഷണി സർക്കുലർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് ഇന്നിപ്പോൾ 17ാം ദിവസം അവർ സമരത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. അതിനിടയിലും ഒരു ഭീഷണി സ്വരമൊക്കെ, ഒരു ഭീഷണി സന്ദേശമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഭീഷണികൾ ഇങ്ങനെ പല ഭാഗത്ത് നിന്ന് ഉയരുകയാണ്. സമരം നിർത്താൻ തീരുമാനിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഭീഷണി കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഡിമാൻഡുകളല്ല നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഒരു ജീവിത സമരമാണ്. ഈ അതിജീവന സമരം വിജയിപ്പിച്ചിട്ട് മാത്രമേ മടങ്ങിപ്പോകാൻ പറ്റുള്ളൂ. പിന്നെ ഭീഷണി ഉയർത്തുന്നവരോട്, നിങ്ങൾ ഇതുപോലുള്ള ഒരുപാട് ഭീഷണി കേട്ടിട്ടാണ് ഇന്ന് ഈ പ്രസ്ഥാനവും ഈ പാർട്ടിയും ഒക്കെ ആയിട്ട് അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പുത്തരിയല്ല, ഞങ്ങൾക്കും ഒട്ടും തന്നെ പുത്തരിയല്ല. ഞങ്ങൾ ഇതിനെ വളരെ അവജ്ഞയോടുകൂടി തള്ളിക്കളയാണ് ഈ ഭീഷണി. ജില്ലാതലത്തിൽ സമരം വ്യാപിപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ CI2 നേതാവിന്റെ അടക്കം ഒരു ഭീഷണി സന്ദേശം കേട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനോടൊക്കെയുള്ള പ്രതികരണം എന്താണ്? അവര് ഭീഷണി മുഴക്കട്ടെ, കാരണം അങ്ങനെ അവർ സ്വയം വെളിപ്പെടട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് ജില്ലാതലങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കുകയാണ്. കാരണം കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും ഈ സമരത്തോട് കണ്ണുചേർന്നുകൊണ്ട് ഈ സമരത്തിലൂടെ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. അത് ലക്ഷ്യം വിജയം നേടുക തന്നെ ചെയ്യും. അവർ ഭീഷണി മുഴക്കട്ടെ, അവരുടെ തനി നിറം പുറത്തു വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു തൊഴിലാളി സംഘടനയുടെ ഭാഗത്ത് നിന്ന്, തൊഴിലാളി സംഘടന ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണോ? ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അത് ഇത്ര വേഗത്തിൽ വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. എന്താണെങ്കിലും അവർ ആദ്യം കേസെടുത്തു, നേതാക്കൾക്കെതിരെ അവർക്ക് സമരം പൊളിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കോടതി അലക്ഷ്യ കേസ് കൊടുത്തു, നടക്കുന്നില്ല. പോലീസിനെ വിട്ട് ആശമാരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു, അത് നടന്നില്ല. DMOയെ കൊണ്ട് പണിമുടക്കിലുള്ള ആശാവർക്കർമാരുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടു. എൻ്റെ ആശമാര്, ഈ കേരളത്തിലെ മുഴുവൻ ആശമാരും ഞങ്ങൾ പണിമുടക്കിലാണെന്ന് ലിസ്റ്റ് കൊടുത്തു, അവിടെയും നടക്കുന്നില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ആളെ എടുക്കുമെന്ന് പറയാണ്. അതെങ്ങനെ എടുക്കാൻ പറ്റും? ഒരു ആരോഗ്യ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് 9 മൊഡ്യൂളിന്റെ ട്രെയിനിങ് കിട്ടിയ ആളുകളെ വെച്ചുകൊണ്ടാണ് ഈ പണി നടത്തുന്നത്. അല്ലാതെ ഏതെങ്കിലും വഴിയെ പോകുന്ന ഒരു സന്നദ്ധ പ്രവർത്തകരെ വെച്ച് എടുക്കാൻ പറ്റുന്നില്ല. ജനങ്ങളോട് പറയാനുള്ളത്, ഇത് കൂലി ഇല്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു 17 വർഷം. യഥാസമയം കൂലി കിട്ടാതെ, നാമമാത്രമായ കൂലി. ഞങ്ങളെ പറ്റിച്ചു. ഇനി വേറെ ആളുകളെ എടുത്തെന്ന് പറഞ്ഞാൽ അവരെയും കൂടെ പറ്റിക്കാൻ പോണ്. ദയവ് ചെയ്ത് ജനങ്ങൾ ഇതുമായിട്ട് സഹകരിക്കരുത്. ഒരാൾ പോലും ആശാവർക്കർമാർക്കല്ലാതെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരോഗ്യവകുപ്പിന്റെ സർക്കുലർ പൂർണ്ണമായിട്ടും തള്ളുകയാണ്. കാരണം അത് നിലനിൽക്കുന്ന ഒരു സർക്കുലറേ അല്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവർക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയില്ല. അവരുടെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരിക്കും. അടുത്ത പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാണ്? രാപ്പകൽ സമരം ജില്ലകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. നാളെ പല ജില്ലകളിലും ഉണ്ട്. അങ്ങനെ സമരം പൂർണ്ണമായി വിജയിച്ചിട്ട് മാത്രമേ പറ്റുള്ളൂ. അതുതന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രാപ്പകൽ സമരം. അത് എല്ലാ ജില്ലകളിലേക്കും വ്യാപിക്കുകയാണ്. കൃത്യമായിട്ട് അവർ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണം. അത് കേവലം വാക്കാൽ പോരാ, രേഖാമൂലം അംഗീകരിച്ചു എന്നുള്ള തെളിവ് അവർക്ക് ലഭിച്ചാൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്നുള്ളതാണ് ആശാവർക്കർമാർ പറയുന്നത്. ഒരു തരത്തിലുള്ള ഭീഷണിയും ഇവിടെ വക പോകില്ല എന്നുള്ളത് സർക്കാരിന് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകണം എന്നുള്ളതാണ് അറിയുന്നത്. അതിന്റെ ഭീഷണികൾ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും അനുനയ ചർച്ചകളിലോ ഭീഷണികളിലോ ഒന്നും തന്നെ സമരം അവസാനിപ്പിച്ച് പിന്നോട്ട് പോകാൻ ആശാവർക്കർമാർ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ടുള്ള നിലപാട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്നത് പോലെ തന്നെ എല്ലാ ജില്ലകളിലേക്കും ആ സമരം വ്യാപിപ്പിക്കുമെന്നുള്ളതാണ് ആശാവർക്കർമാർ പറയുന്നത്. ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.